വഴി തെറ്റി പോവണോ ഇനി? ഇവിടെ ഉണ്ട് ബെഡുകളുണ്ട്, പൊളി ബെഡുകൾ. കിടന്നു നോക്കാന്ന് വിചാരിച്ച വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് സൈഡായി. എന്താ? അത് ടോയ്ലറ്റ്സ് ആണ്. അയ്യോ, അത് ശരിക്കുള്ള ടോയ്ലറ്റ് അല്ലേ? അല്ലാണ്ട് വിൽക്കാൻ വെച്ചെടുക്കുന്ന ടോയ്ലറ്റ്സ് അല്ല തോന്നുന്നത്. അവിടെ തുള്ളിച്ചാടുന്നു പിള്ളേരൊക്കെ. എന്താന്ന്? ഹാർട്ട്. ഇതിഷ്ടായി എനിക്ക്. ഒരു വൈബ് ഉണ്ട് ഇതിനൊരു കോഫി ഫീൽ, ഡേറ്റ് നൈറ്റ് പോലെ. ഇതൊരു വൈബ്. രസാണോ? സാമ്പാറല്ലേ? അയ്യന്റെ പൊന്നെ, ഇവിടെ തുള്ളിച്ചാടാലോ. ഇരിക്കുമ്പോ ഭയങ്കര വൈബ്. തണ്ടൽ വേദന എടുക്കും. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓർത്തോപെഡിക് മാട്രസില് ഇതാ ഡോക്ടർ വിസ്മയ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താവും? സ്പ്രേന്റെ ബോട്ടിലാണ്. അപ്പുറത്തെ റൂമിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ഓ, തമാശ തന്നെ. ഐ മീൻ തമാശ ആണ്. ഞാനേ ഇത് കണ്ടിട്ട് നീ എന്താ ഈ പില്ലോ ആണോന്ന് ചോദിക്കണെന്ന് ഞാൻ ഇഷ്ടമാണ്. പില്ലോ ആണ് ചോദിച്ചത്. ഓ, ഹൈക്കിയലത്തെ പില്ലോ ആണ് മടക്കി ചെറുച്ച് വെച്ചിട്ടുണ്ടാവറേ. സിംഗിൾ ബെഡ് തന്നെ ഉണ്ട്. എന്ത് ഇത്രയും പൊക്കുണ്ട് ഇവിടുത്തെ. ഓ, ഇത് കൊള്ളാം. ക്യൂട്ട്. ശരിക്കും ക്യൂട്ടാണ്. ഇവിടെ ആയാലും ക്യൂട്ടായിട്ടുണ്ട്. ഒരു വൈറ്റ് ക്യൂട്ട് ഹൈ. ഇതൊരു പർപ്പിൾ വൈബ്. പർപ്പിൾസ്. ഇതെന്താ ബെഡൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കണേ? ഒരെണ്ണത്തിന് 2000. ഒരു പേര് 2000 ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമുക്ക് പേര് കേട്ടാലേ ഒരു സുഖം തോന്നൂ. 4500 റൗണ്ട് ഫിഗർ ആണ്. 4500 എന്ന് പറയാ. അറിയോ? ഇങ്ങനെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ടും വരുന്നുണ്ട്. പിന്നെ അവരൊക്കെ എന്തിനാ വന്നെടുക്കണ? അവര് കിടന്നുരുളല്ലേ, നമ്മൾക്ക് എടുക്കണ പോലും ഇല്ല. ഇതൊക്കെ എത്ര സൈസ്, ഇത്ര കട്ടിയൊക്കെ ഉണ്ട്. കണ്ട എത്ര കട്ടിയൊക്കെ, ഭയങ്കര കട്ടിയുണ്ട് ബെഡിന്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലും ഇങ്ങനെ സൂം എന്ന് പറഞ്ഞു പോകും. ഇതിനൊന്നും അത്ര കട്ടിയില്ല. വെള്ള ബെഡും അവരൊക്കെ നിൽക്കണേ. അവിടെയൊക്കെ സെറ്റാണ്. പക്ഷെ ആൾക്കാരുണ്ട്, വേറെ ആൾക്കാർ. നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇതന്നെയല്ലേ അത്. ശേ, ഇവിടൊക്കെ ഡ്രസ്സുകളും ഉണ്ടല്ലോ. അതൊക്കെ ഡ്രസ്സും ഉണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് കണ്ണാടാ. 3000 രൂപ 10,000 രൂപ അങ്ങനെയായിട്ടുള്ള ഐറ്റംസാണ്. പക്ഷെ ഇങ്ങനത്തെ മിറർ എനിക്ക് ഇഷ്ടമായില്ല. ഒരു വൈബില്ലാത്തൊരു മിറർ. വെറുതെ ആ മിറർ വെച്ചിട്ട് എന്തിനാ? അവിടെ റോസ് കളറ് ഒരു സംഭവം ഉണ്ട്, അത് കാണിച്ചേരാം. അതന്നെ ഞാൻ കാണിച്ചേരാൻ കൊണ്ടുവരണേ. ഇത് ക്യൂട്ട് ചീക്ക്. പക്ഷെ ഇതെന്താ വെട്ടം കുറവ്? അയ്യോ, ഹായ്. ഇതിലുള്ള ഓരോ ഐറ്റംസിനും ഓരോ വിലകളുണ്ട്. അപ്പോൾ വെറുതെ നോക്കുക. അതെ, ഇതാണ് IKEA സ്റ്റോറിൻ്റെ ഒരു മാപ്പ് എന്ന് പറയാം. ഇത് നമ്മൾ ഇതിൽ 9th ഉള്ളത്.
ഇതൊക്കെ തിരിയാന്ന് വെച്ചാൽ ഇന്നൊന്നും നടക്കില്ല. അവർ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ഔട്ടിൻ്റെ സിമ്പിളല്ല വോയിസൊക്കെ ഇട്ടുണ്ട്. സോ വി ഷുഡ് ഗെറ്റ് ഔട്ട് റൈറ്റ് നോ. ഇല്ലെങ്കിൽ അവരടിച്ച് പൂട്ടിയിടും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ലൈറ്റ് ഇതൊന്ന് ഫ്രിഡ്ജാ. എനിക്കും അതെ, എസ്തറ്റിക് ആൻറ്റിക് ഡാർക്ക്. വീടിന് ഓരോരോ ഐറ്റംസിന് ഓരോ ടൈപ്പ് ഓഫ് കളേഴ്സാണ് ഇഷ്ടം. ഇതാണെങ്കിൽ ഒരു ലവ് വൈബായിട്ടുണ്ട് ഒരു കളർ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എനിക്ക് ഈ മൂന്നും സംഭവം ഐ ലവ് ഇറ്റ്. ഇവൻ യു ലവ് ഇറ്റ്. സോ എനിക്കിഷ്ടമില്ല. ലൈക്ക് അത് പിള്ളേർ ചെറുത് 2 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു റൂമിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമില്ല. ഇവള് ഹോസ്റ്റലിലൊക്കെ നിന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടാവുമായിരിക്കും. ഇതെന്താ സംഭവം? കുപ്പിയാണോ? പക്ഷെ ഇത് ഇതിന്റെ അതാണോ? ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ടില്ലല്ലോ. അതിന് ഓരോത്തിമ ആ സാധനത്തിനെ പിടിപ്പിച്ചെടുക്കണം നോക്കിയോ. അയ്യോ 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 ഇതൊക്കെ എന്ത് രസാ. എനിക്കാരും വാങ്ങി തന്നെങ്കിൽ അല്ല, ആരും വാങ്ങിത്തരാനില്ല, അതുകൊണ്ടാ. അയ്യോ ഇതാ അതിന്റെ വെള്ള വെർഷൻ. ഇതൊന്നും പിടിച്ചേ. അതിപ്പോ ആരുടെ വീട്ടിലെ സെറ്റ് വെള്ളയാണെങ്കിൽ ബ്ലിങ്സ്. സിംഗക്കുട്ടി, ആനക്കുട്ടി, 2 സിംഗക്കുട്ടികളുണ്ട്. അമരേന്ദ്ര ജൂലിബലിയും അമരേന്ദ്ര ഷീറുബലിയും. അപ്പം പിന്നെ നമുക്ക് അവരുടെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനത്തെ ടെഡി സോഫ്റ്റ് ടോയ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. നമ്മളിനി അപ്പം നമുക്ക് താഴേക്ക് പോകണം. അപ്പം നമ്മൾ ഇവിടുത്തെ വന്ന കാര്യം എന്തായാലും സെറ്റായിട്ടില്ല. ഇനി വേറെ വല്ല ലോക്കലായിട്ടുള്ള സ്റ്റോറുകളിലോ കടകളിലോ അതന്നെയല്ലേ സ്റ്റോറ്, അങ്ങനെ വല്ല പോയിട്ട് നോക്കണം. ഇഷ്ടപ്പെട്ടത് എടുക്കുക. അല്ല എൻ്റെ ഫോണിൽ ഓക്കെ. അപ്പോൾ താഴൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് നേരം ഇല്ല. ഒരു മിനിറ്റ് 10 ഏതിൻ്റെ അടുത്തേക്ക്? ഇതിൻ്റെ ഈ ചെറിയ ചെടി അല്ല. ഇപ്പം ഇത് നമുക്കിപ്പോൾ വാങ്ങിക്കൊണ്ടുപോകണം. എവിടെയാണ് ബില്ലിങ്? ഇവിടെ കാണുമോ? എനിക്ക് ഇവിടെ ഓരോരോ സ്റ്റാഫൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൗട്ട്സാണ്. ഇവിടെ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും അതൊന്നും വാങ്ങാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കുറവാണ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒന്നും വാങ്ങണമെന്ന് വിചാരിച്ച് വരാത്തതുകൊണ്ട് അതിലോട്ടൊന്നും ചിലപ്പോൾ പോവില്ല. പിന്നെ അവിടെ സ്പൂണും ഇതൊക്കെ ആ റോസ് കാണാൻ കൊള്ളാം. ആ ഒരു ടൈപ്പ് ഓഫ് പിക്കോക്ക് ബ്ലൂ പോലത്തെ കട്ട്ലറിയാണെന്ന്. കട്ട്ലറി മറ്റേ സംഭവം നൈസ് കപ്പുകൾക്കുള്ള. പക്ഷെ നമ്മൾ ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ല, വെള്ളമാണ് കുടിക്കുക. അപ്പം നമുക്ക് അങ്ങനത്തെ കപ്പുകളുടെ ആവശ്യം വരുന്നില്ല. അതാണ് മെയിൻ തിങ്. ഇതിപ്പോൾ ഇവളായാലും ഞാനായാലും ഞങ്ങൾ ചായ കുടിക്കില്ല, കാപ്പിയും കുടിക്കില്ല, നമ്മൾ വെള്ളം കുടിക്കും. പക്ഷെ നമ്മളേ ഇതിനല്ല വരാത്തോണ്ട്, കാരണം അത് നോക്കിയിട്ട് നമുക്ക് പിടിക്കാത്തോണ്ട് എനിക്ക് ഒന്നിലോട്ടൊരു മനസ്സും പോണില്ല, ശ്രദ്ധയും പോണില്ല. ഈ ചുമ്മാ
ഒരു 2 റൗണ്ട് അടിക്കാന്ന് വിചാരിച്ചിട്ട് വന്നു ഉള്ളൂ. ഇപ്പൊ ടിഷ്യൂ അല്ലേ ഇത്? ഫോർ വാട്ട്? എന്തിനാണ് കളറൊക്കെ അടിച്ചിട്ട്? ഇതുകൊണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്സാ? ടിഷ്യൂകൾ വെച്ചിട്ടാ? ഐ ഡോണ്ട് നോ ബ്രദർ. ടിഷ്യൂ വെക്കാനുള്ളത് ടിഷ്യൂ. അയ്യോ അവിടെ വീഴും. ഇനി നമുക്ക് എക്സിറ്റ് ആവാം, ഇല്ലെങ്കിൽ അവര് പിടിച്ച് പുറത്തിടും ഇനി ലേറ്റ് ആക്കിയ. കാരണം അവർക്കും അവരുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോണ്ടേ. നമുക്കിപ്പോൾ സമയം എന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാം. ഇപ്പോൾ വന്ന വഴി തന്നെയാണ് നമ്മൾ പോണേ, അതുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അയ്യോ ഇനി താഴേക്കൊക്കെ പോവാണ്ട്, പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞു. ഓ നീ ആര്? നീ വരുമ്പോഴത്തേക്കും തുറന്ന അവര്. അയ്യോ ഇതൊക്കെ മറ്റേ IT കമ്പനികളും പിന്നെ കുറെ എന്തൊക്കെയോ ഉണ്ടാവും. എന്തായാലും സ്റ്റോർ വിസിറ്റ് ചെയ്തു, നീൻ്റെ ഉള്ളിലൊക്കെ കണ്ടു എന്ന് സന്തോഷിച്ച് പോവാ. അല്ലാണ്ട് വന്ന കാര്യം നടക്കാത്തതിനൊരു ചെറിയൊരു വിഷമമൊന്നും എനിക്കില്ല. ഐ എം വെരി ഹാപ്പി. എന്താ ഇപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ പറയൂ. ആർ യു ഹാപ്പി? ഈ കാലം വെച്ചിട്ട് ഇതൊക്കെ അറിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ആവശ്യം കൊണ്ട് വരണമല്ലേ. നമ്മള് ഓട്ടോയിൽ പോവാമെന്ന് കരുതി, പക്ഷെ ഇത് ഭയങ്കര അടുത്ത് മെട്രോ സ്റ്റേഷൻ. അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ഓട്ടോ എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. ഇനി മനസ്സ് മാറുമെന്ന് ദൈവത്തിനറിയാം അല്ലേ. ഈ ഒരു റോഡ് ക്രോസ് ചെയ്താൽ നമുക്ക് എത്തി. ആ ഒരു ഓട്ടോറിക്ഷ ആകുമ്പോൾ അത് എന്തായാലും തിരിഞ്ഞു വരണോണ്ട് കുറച്ച് സമയം പിടിക്കും. അപ്പം നമുക്ക് എന്തായാലും നടക്കാം. ഇവിടെ എന്തായാലും ഉണ്ടാവും. കാരണം ഈ സ്റ്റോറിൽ വരുന്ന ആൾക്കാർക്ക് മെട്രോ സ്റ്റേഷൻ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അവിടെ നിന്നൊക്കെ ഇതാണ് നമ്മളെ ഐക്യ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐക്യ വിസിറ്റ് നടന്നു. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രം, വിസിറ്റ് നടന്നു. ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് വേണ്ട എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പോവാ എന്ന് പറഞ്ഞ് പോന്നു. പക്ഷെ കാര്യം നടന്നില്ല, ഇങ്ങോട്ട് വരല് നടന്നു. നമുക്ക് അവിടെ തെലുങ്കിൽ ഐക്യെന്നും ഇവിടെ ഇംഗ്ലീഷിൽ ഐക്യെന്നുണ്ട്. എന്തായാലും ഐക്യെ വിടാ. ടാറ്റ. കാലിയായി, നമ്മളാണ് ലാസ്റ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എത്തി. ഞങ്ങളിവിടെ നാഗൂരിൽ ഇറങ്ങി. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. അത് വണ്ടിയിൽ പോകും. അത്ര തന്നെ. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നുള്ളൂ. പക്ഷെ ഇവിടുന്ന് പാർസൽ വാങ്ങിച്ചിട്ട് പോകും. ഇതെന്നിട്ട് ഹലീമിൻ്റെ സീസൺ ആവാറായി. അതാണ് ഫുള്ള് ജനങ്ങളാണ്. ലക്കീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് വന്നുള്ളത്. ഇതിപ്പോൾ ഹലീം സീസൺ ആവാറായി. ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ഹലീം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹലീം വാങ്ങിച്ചു, ടേസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ഹലീമല്ലേ, ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി മണ്ടി വാങ്ങിച്ചു. വീട്ടിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് കാണാം. ബായ്. അപ്പോൾ നമ്മുടെ ലക്കീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യമായിട്ട്, ഇതുവരെ എപ്പോഴും ട്രൈ ചെയ്തിട്ടില്ല, ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. അവിടുന്ന് ഒരു ഹലീം വാങ്ങിച്ചിട്ടുണ്ട്. ഹലീം നമ്മുടെ നാട്ടിലില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഇത് മുസ്ലിംകാരുടെ റംസാൻ സ്പെഷ്യൽ. ഒരു മാസം മൊത്തം ഉണ്ടാവും കേട്ടോ. അവര് എന്തുട്ടാണ് അത്? മട്ടൻ അതല്ല, ഫാസ്റ്റിംഗ്. അവര് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് കൂടുതലും ഇവിടുത്തെ ആൾക്കാർ കൂടുതലും അവര് ഫാസ്റ്റ് തുറക്ക ഇത് കഴിച്ചോണ്ടാണ്. അല്ലേ? അതെ.
അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്കറിയില്ലല്ലോ. ഉറക്കം വരുന്ന ഇപ്പൊ സമയത്രയായി? 12 മണി അവറായി. ആ നമ്മളെപ്പോ പോയതാ ഉറക്കം ഓക്കെ. അത് ഓയിൽ ചിലപ്പോൾ ഉണ്ടാവും, നെയ്യോ എന്തെങ്കിലും നെയ്യ് ഉണ്ടാവും കേട്ടോ. അല്ല ഈ റെസ്റ്റോറൻറ്റ് നെയ്യ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പട്ടറാവുണ്ടാവും, നമുക്കറിയില്ല. അവരുടെ ലാഭമില്ല അവർ നോക്കാം. കാരമലൈസ്ഡ് ഓണിയൻസ് ഒക്കെ ഉണ്ടാവും ഇതില്. നല്ലവണ്ണം ടേസ്റ്റ് ചെയ്ത് പറ. എനിക്കിഷ്ടമാണ് ഇത്. കുറച്ച് ടൈപ്പ് ഓഫ് ദാലൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്, പരിപ്പ് വർഗ്ഗങ്ങൾ. എന്നിട്ട് അതിന് വേണ്ടത് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മട്ടൺ ആണെങ്കിൽ മട്ടൺ. എങ്ങനെയുണ്ട്? കൊള്ളാം. എരിവുണ്ട്. എരിവുണ്ടാവും, അല്ല ഫസ്റ്റ് സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. സെറ്റല്ലേ? നന്നായിട്ട്. പക്ഷെ വില ഇത്തിരി കൂടുതലാന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ 220 രൂപ. 270. അപ്പോൾ ശരി, നീ ഇവിടെ നിർത്താല്ലേ? അപ്പൊ നമ്മുടെ ഈ ഐക്കിയ വ്ളോഗ് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.